അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സെന്റ് ജോൺസ് ദേവാലയത്തിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഡൊണാൾഡ് ട്രംപും മെലാനിയും പങ്കെടുത്തു. We will pause here just for a moment and listen in because I believe that President തുടർന്ന് ഇരുവരും വൈറ്റ് ഹൌസിലെത്തി ജോ ബൈഡനും ജിൽ ബൈഡനും ചേർന്ന് നിയുക്ത പ്രസിഡന്റിനെയും ഭാര്യയെയും വരവേറ്റു. അധികാരമൊഴിയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നിർണായക രാഷ്ട്രീയ നീക്കം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപിന്റെ വിമർശനങ്ങൾക്ക് മാപ്പ് നൽകി. കാർത്തിക് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. കാർത്തിക്, ട്രംപും ഭാര്യയും ദേവാലയത്തിലെത്തി പ്രാർത്ഥന നടത്തി. അതിനുശേഷം ഇപ്പോൾ ജോ ബൈഡനുമായി വൈറ്റ് ഹൌസിലെത്തി കൂടിക്കാഴ്ച നടത്തി. ഇനി എന്താണ് ചടങ്ങ് നടക്കാനുള്ളത്? ഇനി ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് എപ്പോഴത്തേക്ക് ട്രംപ് എത്തിച്ചേരും? സത്യപ്രതിജ്ഞ ചടങ്ങുകൾ എപ്പോഴത്തേക്ക് ഉണ്ടാകും? വിശദാംശം. ഭവ്യ, ലോകം കാത്തിരിക്കുന്ന ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഇനി 1 മണിക്കൂർ മാത്രമാണ് ബാക്കി. സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെ പ്രാർത്ഥനാ ചടങ്ങുകളോടെയാണ് സത്യപ്രതിജ്ഞാ ദിവസത്തിന്റെ ഒരു തുടക്കം അമേരിക്കയിൽ. അതങ്ങനെയാണ് പതിവ്. ആ പതിവ് ഡൊണാൾഡ് ട്രംപും തെറ്റിച്ചിട്ടില്ല. സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്കായി ട്രംപും കുടുംബാംഗങ്ങളും അടക്കമുള്ളവർ എത്തി. അതിനുശേഷമാണ് വൈറ്റ് ഹൌസിലേക്ക് അവർ അവിടെ നിന്ന് പുറപ്പെട്ടത്. തുടർന്ന് പ്രസിഡന്റ് ബൈഡൻ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് സെന്റ് ജോൺസ് ചർച്ച് ദേവാലയത്തിൽ നിന്നും നേരെ ഡൊണാൾഡ് ട്രംപും മെലാനിയയും എത്തിയത്. വൈറ്റ് ഹൌസിന്റെ ഭൂമുഖത്ത് ജിൽ ബൈഡനും ജോ ബൈഡനും ചേർന്ന് ഇരുവരെയും സ്വീകരിച്ചു. വെൽക്കം ഹോം എന്നായിരുന്നു ബൈഡൻ ട്രംപിനോട് പറഞ്ഞത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തുന്ന ഡൊണാൾഡ് ട്രംപിനെ വെൽക്കം ഹോം എന്ന വാക്കുകളോടുകൂടിയാണ് ബൈഡൻ തോളിൽ തട്ടി സ്വീകരിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാം, കഴിഞ്ഞ തവണ അധികാരത്തിൽ ഏറുമ്പോൾ ഇത്ര സുഗമമായ ഒരു അധികാര കൈമാറ്റത്തിന് അമേരിക്ക സാക്ഷ്യം വഹിച്ചിരുന്നില്ല. എന്നാൽ അതിന് നേരെ വിപരീതമായി പതിവ് രീതികൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ജോ ബൈഡനും ജിൽ ബൈഡനും ചേർന്ന ഡൊണാൾഡ് ട്രംപിനെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മെലാനിയെയും സ്വീകരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇതിനുശേഷം ഈ ചായ സൽക്കാരത്തിൽ ഇപ്പോൾ ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 10 മണിയോട് കൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക. നേരത്തെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ഇത്തരത്തിൽ നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസിനെ സമാനമായ രീതിയിൽ തന്നെ വൈറ്റ് ഹൌസിൽ സ്വീകരിച്ചിരുന്നു. അത്തരത്തിൽ അതിഥികൾ എല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. 10 മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഗായക സംഘത്തിന്റെ സംഗീത മുഖവരിയോടെയാണ് 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക. ക്രിസ്റ്റഫർ മാക്കിയോയുടെ ഓ അമേരിക്ക എന്ന ഗാനത്തിന്റെ ആമുഖത്തോടു കൂടിയായിരിക്കും ചടങ്ങുകൾക്ക് തുടക്കമാവുക. തുടർന്ന് JD വാൻസ്
അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത്. സുപ്രീം കോടതി ജസ്റ്റിസ് ബ്രെറ്റ് കവനൌ ആണ് വാൻസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അതിനുശേഷം 10:30 കൂടിയാണ് ലോകം കാത്തിരുന്ന ആകാംക്ഷയുടെ ആ നിമിഷത്തിലേക്ക് കടക്കുക. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കും. 10:30 US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിനാണ് മുമ്പാകെയാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അമ്മ സമ്മാനിച്ച ബൈബിളും അതോടൊപ്പം തന്നെ എബ്രഹാം ലിങ്കൺ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച ബൈബിളും ഇവ രണ്ടും തൊട്ടായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഏതായാലും വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികളും ഇതിനോടകം തന്നെ വാഷിംഗ്ടണിൽ വൈറ്റ് ഹൗസിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി എത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ക്യാപിറ്റോളിൽ അവരെല്ലാം ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാനായി സജ്ജമായി കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തകേഷി ഇവായോ, അതോടൊപ്പം തന്നെ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മേയർ, ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ, അത്തരത്തിൽ പ്രമുഖരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിയിരുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലാനി അടക്കമുള്ളവരും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് സാക്ഷ്യം വഹിക്കാനായി അമേരിക്കയിൽ എത്തി. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതീക്ഷിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയരായവർ ഒരുപക്ഷെ ആമസോണിന്റെ സ്ഥാപകൻ ജെഫ് ബെസോസ്, അതോടൊപ്പം തന്നെ മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് അടക്കമുള്ളവരാണ്. എന്തായാലും അധികാരം ഒഴിയുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കം ജോ ബൈഡനും നടത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ഡൊണാൾഡ് ട്രംപിനെ എക്കാലത്തും വിമർശിച്ചിരുന്ന പ്രമുഖർക്ക് അദ്ദേഹം പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാപ്പ് നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ആന്റണി ഫൗച്ചി, മാർക്ക് മില്ലി എന്നിവർക്കാണ് അദ്ദേഹം മാപ്പ് നൽകിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കോവിഡ് കാലത്തൊക്കെ പ്രതിരോധ നടപടികളിൽ ട്രംപ് ഏറെ വിമർശിച്ചിരുന്ന വ്യക്തിയാണ് ഫൗച്ചി. അദ്ദേഹത്തിന് ഈ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് അധികാരം ഒഴിയുന്ന ജോ ബൈഡൻ അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാപ്പ് നൽകിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് ചടങ്ങുകൾ. അതിശൈത്യമാണ് അമേരിക്കയിൽ. -6 ഡിഗ്രി തണുപ്പിൽ ആയതിനാൽ തന്നെ പുറത്ത് വെസ്റ്റ് ലോണിലെ പതിവ് പച്ചപ്പിലല്ല ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ക്യാപിറ്റൽ മന്ദിരത്തിന്റെ ഉള്ളിലേക്ക്